ധർമ്മത്തിന്റെ പുതിയൊരു കൂട്ടുമായി കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഷോയുടെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ ഉല്ലാസ് പന്തളം ആൻഡ് നെൽസൺ ഷൂറനാട്. സോ നമ്മുടെ ഷോ ആരംഭിക്കുകയാണ്. നമ്മളവിടെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് പോയി ഇരിക്കാവുന്നതാണ്. ശരി. ടീം കോമഡി മേക്കേഴ്സ് ആണ് ഇന്ന് രസികൻ ഒരു സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്താൻ പോകുന്നത്. സുധാകരോ, ഈ വീട്ടിൽ ആരും ഇല്ല ചേട്ടാ? ആരും ഇല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ ആരും പുറത്തോട്ട് കണ്ടില്ല. പുറത്തോട്ട് കാണാത്തല്ല, ചിലപ്പോ ഞാൻ വരുന്ന കണ്ടപ്പോ എന്റെ തലവട്ടം കണ്ടപ്പോ പേടിച്ച് അകത്ത് കയറി കഥ അടച്ചിരിക്കുന്നതായിരിക്കും. നിങ്ങളെ കണ്ട് പേടിക്കാൻ നിങ്ങൾ റിപ്പറാണ്? റിപ്പറല്ല, ഞാൻ ഓണർ. ഈ വീടിന്റെ എല്ലാം ഓണർ. ഞാനിത് വാടകയ്ക്ക് കൊടുത്താണ്. 4 വർഷം മുമ്പ് വാടകയ്ക്ക് കൊടുത്ത. അണ്ണൻ കേക്കണം, ഒരു 10 രൂപ കൂട്ടിത്തരാൻ പറഞ്ഞാൽ അവര് തരത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. പാമ്പ് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. പാമ്പിനെ മകുടി ഊതി വരുത്തുന്ന പോലെ നമ്പറുണ്ട്, ഇപ്പൊ കണ്ടോണം. ആദായ വിൽപ്പന പട്ടുസാരികൾ വെറും 100 രൂപയ്ക്ക്. എന്റെ നെഞ്ചത്ത്. എന്തായി കാര്യം? ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്തായി? ഇറങ്ങണം. 3 വർഷം കൂടെ അഗ്രിമെന്റ് ഇല്ല. 3 വർഷം കൂടെ അഗ്രിമെന്റ്. ഒരു നിമിഷം ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിക്കോ. എവിടെ നിന്റെ കെട്ടിയോ? അണ്ണ ഇവിടെ ഇല്ല. അണ്ണൻ ഇവിടെ ഇല്ല. എന്നാലും പറഞ്ഞാൽ വാരിക്കെട്ടി ഇറങ്ങാൻ. എന്റെ വീട്ടിൽ ഇറങ്ങത്തില്ല. നമ്പർ വേണ്ട. നീ അതൊന്നും കാണിച്ചെന്നെ ഉമ്മാക്കി കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ല, ഇറങ്ങത്തില്ല. എന്റെ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്താതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമില്ല. ഇറങ്ങത്തില്ലേ? ഇല്ല. എന്താ ഞാൻ ഇറക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കേട്ടോ, ഇവരെ ഞാനേ ഇറക്കാൻ പറ്റും. ഞാൻ ഇറക്കാം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനേ ഇറക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അയ്യോ എടാ സുരേഷ്, നീ എന്താടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ദൈവമേ, ചേട്ടനെങ്ങാനും കണ്ടു വന്ന ഭയങ്കര സംശയ. ആർക്ക്? ചേട്ടൻ എന്നെ? അല്ല എന്നെ അല്ല, നമ്മൾ രണ്ടുപേരെയും. അല്ലെന്നേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇത്ര ഭയങ്കര സംശയമാണോ? മുടിഞ്ഞു സംശയമാണോ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംശയിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ട്. അയ്യോ, അങ്ങനെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പൊ നീ ഈ കൈ എടുത്ത് എന്റെ തോളത്തോട്ടൊന്ന് വെച്ചേ. പിന്നെ നമ്മള് തമ്മിൽ അങ്ങനെ വല്ല ഉണ്ടോ? നീ ഒന്ന് വെച്ചേ. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നാവോ ചേച്ചി? ഒന്നുമില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കണല്ലേ. അതാണ്, എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ അങ്ങേര് കണ്ടു വന്നാലുണ്ട്, അങ്ങേർക്ക് തോന്നും. അതെ, അയ്യ മഹാവൃത്തികെട്ടത്. പിന്നെ ആ കൈ ഒന്ന് എടുത്ത് വെച്ചേ. നീ എന്താടാ അങ്ങനെ എടുത്ത് വയ്യടാ? ഇപ്പ നിനക്ക് എന്തെങ്കിലും തോന്നുവോ? എനിക്ക് അങ്ങനെ തോന്നാവോ ചേച്ചി? ഒന്നുമില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ജീവിക്കണല്ലേ ചേച്ചി. അതാണ്, എനിക്ക് അതുപോലെ ഒന്നും തോന്നത്തില്ലേ? തോന്നാൻ പാടില്ല. പക്ഷെ അങ്ങേര് കണ്ടു വന്നാലുണ്ടല്ലോ, സംശയം മൂത്ത് നിന്നെ എന്നെ കൊല്ലും. അച്ഛേ, ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ചേച്ചി അത്. നീ എന്തോടെ 1 കിലോമീറ്റർ അപ്പുറം പോയി നിൽക്കുന്നു? ഇങ്ങോട്ട് ചേർന്ന് നിൽക്കടാ. ഇപ്പ നിനക്ക് എന്തെങ്കിലും തോന്നോടാ? ചേച്ചി, എനിക്കിപ്പോ ഏതാണ്ടൊക്കെ തോന്നുന്ന പോലെ ഉണ്ട് ചേച്ചി. നമ്മൾ കോവളത്താണോ ചേച്ചി നിൽക്കുന്നേ? അതെ, നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വരുമെന്ന് മറ്റേ ബ്രോക്കർ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഒന്ന് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അത് പറയാൻ പറയാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളി. വേഗം പോവാൻ നോക്കും. പിന്നെ വരാം, നാളെ വരാം കേട്ടോ. ഓക്കെ. അയ്യോ, തോന്നുന്നു. അയ്യോ, വേഗം എവിടെയെങ്കിലും പോടാ. ചേച്ചി, എനിക്ക് പേടിയായി കഴിഞ്ഞാൽ എക്കള് വരും. ഞാനിപ്പോ എന്നായോ? നീ ഒരു കാര്യം കസേരയുടെ മറവിൽ പ്രശ്നമോ ചേച്ചി? പ്രശ്നമോ? ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ് കാണത്തില്ല, വെട്ടവും കാണത്തില്ല. നട്ടുച്ചയ്ക്ക് വെട്ടവും വിളിച്ചു. ചേട്ടാ, എന്നാണ് നിനക്കൊരു പരിങ്ങല്? എന്താ പരിങ്ങല്? ഞാനൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നീ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു? അന്ന് പാടിക്കാൻ കേക്കട്ടെ. നിർത്തിക്കേ. എന്തോ ഒരു പശപ്പശ കൊണ്ട് നീ ആ പാട്ട് സ്ലോ പിച്ചിലൊന്ന് പാടിക്കാൻ. ഞാൻ ഒന്ന് കേക്കട്ടെ.
ആരടിയത്? അയ്യോ ആരടിയത്? അത് സുരേഷാ. സുരേഷോ? അയ്യോ ഞാൻ വിളിച്ചു കയറ്റിയൊന്നുമല്ല. സുരേഷ് എന്തിനാണ് ഇവിടെ വന്നത്? അയ്യോ അത് നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറയാനായിട്ട് ഓടി വന്നതാ. എന്നിട്ട് അവൻ എന്തിനാണ് പാത്തിരുന്നത്? പേടിച്ചിട്ട്. ഞാൻ പേടിക്കാൻ ഞാൻ എന്നാ സിംഹമാണോ? അയ്യോ അയ്യോ എനിക്കറിയാവോ? അയ്യോ സ്വാമി. സ്വാമി എന്താ? അയ്യോ സ്വാമി. പറയൂ മകളെ. ആ ഈ ശബ്ദം ഞാൻ എവിടോ കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാൻ വഴിയില്ല. ഞാൻ ഹിമാലയത്തിൽ നിന്നും വരുന്നു. വിമാനത്തിൽ നിന്ന് വരുവാ? വിമാനത്തിൽ നിന്നല്ല, ഹിമാലയത്തിൽ നിന്നും വരുന്നു. അയ്യോ ഹിമാലയത്തിൽ നിന്ന് നടന്നാണോ ഇത്ര ദൂരം വന്നേ? പിന്നല്ലാണ്ട് അയ്യോ ഹിമാലയത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വക സാധനമില്ല. വിശന്നിട്ട് എന്റെ അണ്ടം പൊട്ടിട്ട് 2 പൊറോട്ട നിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഓടി വരുവായിരുന്നേ. ഏത് ഹിമാലയത്തിന്റെ കാര്യമായി പറയുന്നേ? അതാട്ടെ ഹോട്ടൽ ഹിമാലയ. ആ പെറോട്ടയും കേട്ടിട്ട് വരുവാണോ? പറ സ്വാമി. പറയാം മകളെ, ഞാൻ ജ്ഞാനത്തിൽ കണ്ട അതേ ഭവനം. ചാണകത്തിൽ കണ്ട അതേ ഭവനോ? ചാണകത്തിലല്ല, ജ്ഞാനത്തിൽ കണ്ട അതേ ഭവനം. ഇന്ന് വെളുപ്പിന് എനിക്കൊരു ബോധോദയം ഉണ്ടായി. അപ്പൊ ഇന്നലെ നല്ല ഹീറായിരുന്നല്ലോ. ഒന്നും വിചാരിക്കല്ലേ സ്വാമി, ഒരു പൊട്ടനാ. ഹിമാലയ സാനുക്കളിൽ ഞാൻ 10 വർഷമായി ഇങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്യുമായിരുന്നു. 10 വർഷം ഒറ്റക്കാലം തപസ് ചെയ്തു? അതെ. അപ്പൊ ഈ കാല് കഴിക്കുമ്പോ എന്നാ ചെയ്യും? ഈ കാല് കഴിക്കുമ്പോ ഈ കാല് വെക്കും. അപ്പൊ ഈ കാല് കഴിക്കുമ്പോഴോ? അപ്പൊ ഈ കാല് വെക്കും. അപ്പൊ 2 കാലം കഴിക്കുമ്പോഴോ? സ്റ്റൂളിട്ടിരിക്കും. ഈ യൂറിക് ആസിഡിന്റെ ചെറിയൊരു അസുഖമുണ്ട്, അതുകൊണ്ടാ. മകനെ, ഞാൻ എല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. എന്നാ കാണുന്നു? മാറി നിൽക്കണേ അങ്ങോട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ട ആ ജ്ഞാനദൃഷ്ടി ഞാൻ കുത്തി. അതല്ല മകനെ, നിങ്ങളുടെ ഈ ഭവനത്തിൽ ഒരു പോക്കുവരവിന്റെ ശല്യമില്ലേ? പോക്കുവരവ് നടത്താൻ എന്ന വില്ലേജ് ഓഫീസ് ആണോ? അതല്ല ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിച്ചാത്തന്റെ ആക്രമണമില്ലേന്ന്. അയ്യോ ഉണ്ട്. കണ്ടോ, ഞാൻ ഒരു നല്ല കുട്ടിച്ചാത്ത ഇവിടെ വന്നു പോകാറുണ്ട്. ഹൗസ് ഓണർ എപ്പോഴും നാറി അവന്റെ മോന്ത കണ്ട കാർത്തിക്ക് തുപ്പാൻ തോന്നി. അവനെ കൊല്ല എന്തെങ്കിലും കൊല്ലണ്ട. ഞാൻ അതിന് വേറൊരു പരിഹാരം തരാം. നിങ്ങൾ ഈ ഭവനത്തിൽ നിന്ന് മാറി മറ്റൊരു ഭവനത്തിലേക്ക് പോകണം. എന്താലേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. നടപടിയുള്ള കേസ് കേട്ടല്ല ഞങ്ങൾ ഇവിടുന്ന് മാറത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭവനത്തിൽ നിന്ന് മാറിയാലേ നിങ്ങളുടെ ഭവനത്തിൽ ശാന്തി ഉണ്ടാവുള്ളൂ. ശാന്തി എവിടെ പോയാലും അവിടെ ശാന്തി ഉണ്ടാകത്തില്ല. ശാന്തി വരും. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഉള്ളിടത്തോളം കാലം ശാന്തി വരത്തില്ല. നിങ്ങൾ വേറെ വീട്ടിൽ പോയാൽ ശാന്തി വരും. ഞാൻ പറഞ്ഞുതരാം എന്നാ കാര്യം. ഞാൻ ഈ ശാന്തിയോട് സംസാരിച്ചായിരുന്നേ. അവള് വീട്ടിൽ വരത്തില്ല, ലോഡ്ജ് റൂം എടുക്കുന്ന അവൾക്ക് താല്പര്യം. മറ്റേ അതുകൊണ്ട് മകളെ, ഈ ഭവനത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറി താമസിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടാരടക്കേണ്ട അസുഖം വന്ന് ചീഞ്ഞളിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പൊക്കോ. അങ്ങനെ മാറാൻ പറ്റത്തില്ല സ്വാമി. ഞങ്ങളുടെ മോടെ കല്യാണം നടത്തണം. അത് നടത്താൻ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ആ ഹൗസ് ഓണർ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. കഷ്ടപ്പാടം ഒന്ന് മാറിക്കൊടുത്തേ. നടക്കത്തില്ല, പോകത്തില്ല ഞങ്ങള്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? എന്നാലല്ലേ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ശാന്തിയും വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു സ്വാമിയെ, ഞാൻ പറഞ്ഞില്ലേ? അല്ല അത് തന്നെയല്ലേ കേസ് കേട്ടെ. ആ ഹൗസ് ഓണർ കണാപ്പനുണ്ടല്ലോ, ഒരു ദിവസം വന്നിട്ട് എന്റെ പെണ്ണുമ്പിള്ളെ കയറി പിടിച്ചു. ഞാൻ എപ്പോഴാണ് എന്റെ ഭാര്യയെ പിടിച്ചത്? സ്വാമി കീമി എടാ, ഞാനുണ്ടല്ലോ, ഞാൻ വേഷത്തിൽ കാഷായ വസ്ത്രത്തിൽ വരെ വന്ന് ഞാൻ മര്യാദക്ക് കെട്ടിയവനും കൂടെ ഇറങ്ങിക്കോളാം ഇപ്പൊ. അത് ശരി. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ആയിരിക്കും വേഷം മാറി വന്നെന്ന്. എവിടെ വരെ പോകുന്നറിയാനാ ഞാൻ. ഇറങ്ങാൻ സൗകര്യം ഇറങ്ങത്തില്ല. തനിക്ക് ഇറക്കാമെങ്കിൽ ഇറക്കിക്കോ അങ്ങോട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. പറഞ്ഞു കണ്ടോ? കേട്ട് എല്ലാം കണ്ടോണ്ടിരിക്കില്ല. എന്തെങ്കിലും മാർഗം മാർഗം ഇപ്പൊ ലോ ആയിട്ട് പോയെങ്കിലേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ ലോയിലേക്ക് പോകാനോ? ഹൈ ആയിട്ട് വേണ്ടേ നമുക്ക് പോകാം. അയ്യോ അതല്ല, നിയമപരമായി പോയെങ്കിലേ കാര്യങ്ങൾ നടക്കും. ആരെങ്കിലും ഉണ്ടോ കസ്റ്റഡിയിൽ? ആരെങ്കിലും ഉണ്ടോ? കസ്റ്റഡിയിൽ ഇപ്പൊ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ ഒരു സുഹൃത്തുണ്ട്, SI ആണ്, ഇവിടുത്തെ ഇപ്പൊ തലമാറി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്നെ നെൽസണ ഒന്ന് വിളിച്ച് പറയും. ഞാൻ വിളിച്ച് സംസാരിക്കാം. കുഴപ്പമില്ല, ഇവിടെ സങ്കടം എനിക്ക് നമുക്ക് മനസ്സിലാവൂല. അറിയാം, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ എല്ലാവരും വന്നിട്ട് പറഞ്ഞിട്ട് അവൻ മാറ്റിക്കൊള്ളും. ഒന്ന് വിളിച്ച് പറയണേ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഞാൻ എന്റേതായ വഴി കൂടെ ഒന്ന് നോക്കണം. ഓക്കെയാണ്, ഞാൻ താമസിക്കൂട്ടോ. പോയിട്ട് വരാട്ടാ സുധാകരൻ, ഞാൻ കാണിച്ചു തരാം നിന്നെ. ഹലോ വീട്ടുകാരെ, ആരുമില്ല ഇവിടെ? ആരാന്ന് ചോദിച്ചില്ലയോ? ഞാനാ മൂന്നാനെ കൊണ്ട് വരെ ഇവനെ കോമഡി മസാല പോയിട്ട് വരുവാന്നോ? അയ്യോ അതല്ല, ദല്ലാളാന്ന്. ദല്ലാള് തല്ലാനാന്നോ? എന്നാ വാടാ, ഒരു കൈ നോക്കാം വാ. അയാൾ ബ്രോക്കറാന്ന്. ഇയാൾ എന്തൊക്കെയാ പറയണേ? എടി നമ്മുടെ മോളെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞ് ബ്രോക്കർ ചെറുക്കനെ കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ വരാൻ പറ. ഇങ്ങോട്ട് വന്നോളൂ. വന്നോട്ടെ. വാ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. അല്ല പിന്നെ തന്നെ വന്നോളൂ, ചെറുക്കനെ കൊണ്ടുവന്നില്ലയോ? ചെക്ക പുറത്താ. അയ്യോ വിദേശത്ത് നിന്നൊക്കെ വന്നിട്ട് ഇനി എപ്പോ കല്യാണം നടത്താനാ? വിദേശത്തല്ല, ചെറുക്കൻ അല്പം നാണമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഈ ഇതിന്റെ പുറത്തൊരു കല്ല് മറ്റേ അലക്കലുണ്ടല്ലോ, അതിന്റെ പുറത്ത് കയറി ഇരിക്കുവാന്ന് പറഞ്ഞതാ. വിളിക്കട്ടെ? വിളിക്കാൻ പറ്റേ. ഞാൻ ചെറുക്കനെ
ചെറുക്കനെ വിളിക്കുന്നതും ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ? എന്താ? ഞാൻ ചെറുക്കനെ കുറച്ച് ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവം? ചെറുക്കൻ സുന്ദരനായിരിക്കണം, ആണല്ലോ, സുമുഖനായിരിക്കണം, അറിയാനില്ല, നല്ല കുടുംബത്തിൽ പറഞ്ഞവനായിരിക്കണം. തറവാടിത്തുള്ള ചെറുക്കൻ ആണോ? ആ. എന്നാ പിന്നെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കട്ടെ? ആ. എടാ മോനെ പ്രകാശ, ഇങ്ങ് പോര്. വാ. ഇതെന്നാ കണ്ടംപൂച്ച ഉടുപ്പ് ഇട്ടോണ്ട് വന്നേക്കോ? ഇവന്റെ പേരെന്തോന്നാ പറഞ്ഞത്? പ്രകാശ്. എന്നിട്ട് ഒട്ടും പ്രകാശമില്ലല്ലോ, മൊത്തം ഇരുട്ടാണല്ലോ. ഇതെന്നാ ചന്തിക്ക് തല്ലി കളിക്കുന്നേ? അതെ, ചെറുക്കനെ ഒരു വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള ഒരു ചെറുക്കനാണല്ലോ. അപ്പൊ ആ കല്ലിന്റെ പുറത്ത് നിന്നപ്പോ പൊടി പറ്റിയിരുന്നു, അത് തട്ടിക്കളഞ്ഞതാ. എവിടെ ചെന്നാലും തനിക്കുണം കാണിച്ചോളൂ കേട്ടോ. അയ്യോ, ഇതെന്നാ പറ്റി? അതാരാ അത്? നീ പോടർക്ക. ഹൗസ് ഓണറാ, മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പണിയാൻ നിൽക്കുന്നവനെ. ആണോ? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ല. അയ്യോ, ചെറുക്കന്റെ ചെറുക്കന്നാ പറ്റി പ്ലാസ്റ്റർ ഒട്ടിച്ചോണ്ട് വന്നേക്കുന്നു. പ്ലാസ്റ്ററോ? വരുന്നവരുണ്ടായില്ലല്ലോ. അയ്യോ, പ്ലാസ്റ്റർ ചെറുക്കൻ ചിരിച്ചതാ. പ്രകാശ, എടാ ഈ ഷർട്ട് ഊരിട്ട് നീ എവിടെ പോടാ? ഒന്ന് ചിരിച്ചടാ. ആ, ഇവിടെ ഉണ്ട്. ചെക്കൻ വലിയ ഇല്ലത്തുള്ള ആളാ. കരിക്കാശ്ശേരി ഇല്ലത്തെ ആയിരിക്കും അല്ലയോ? എങ്ങനെ മനസ്സിലായി? അല്ല, കരിഞ്ഞുണങ്ങി ഇരിക്കുന്നുണ്ടോ പറഞ്ഞതാ. അതെന്റെ കുഴപ്പം കണ്ടല്ല. അൽ ദലാമത്ത് ഖിറാബത്ത് കച്ച് വലാഹ. നിർമ്മാണത്തിലെ പാകപ്പിഴകൾ. അറബി ഇവനോ? ഇവനല്ല ഇപ്പൊ പറഞ്ഞത് അല്ലേടാ. ഭയങ്കര തിരക്കുള്ള പുള്ളിയാന്നേ. അതെ, ഭയങ്കര തിരക്കാ, ഭയങ്കര തിരക്കാ. നിന്ന് സമയമില്ല. ഭയങ്കര തിരക്കാണോ? എന്നാ ശരി, പൊക്കോ, പിന്നെ വന്നാ മതി. ശരി. അയ്യോ, അത് പറ്റില്ല, പെണ്ണിനെ കണ്ടില്ലല്ലോ. ആ, അത് ശരിയാ, പെണ്ണിനെ കണ്ടില്ലല്ലോ. പെണ്ണിനെ കണ്ടില്ലേ? ഹലോ 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 എന്നളിയാ? നീ പോടാ തേങ്ങ തലയാണ്. ഞാൻ എന്തെങ്കിലും കാണിക്കും. നീ പോ. അവിടുത്തെ ഹൗസ് ഓണർ അവനെ മൈൻഡ് ചെയ്യണ്ട. പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. അപ്പൊ ചെറുക്കൻ എങ്ങനെ ഉണ്ട്? അതിന് അഭിപ്രായം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ആൾക്കാർ വരുമ്പോ ആവശ്യമില്ലാത്ത പാട്ടിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ പാട്ടിടും, ചിലപ്പോ കഥാപ്രസംഗം കൊടുക്കും. നിനക്ക് ആവശ്യമില്ലെങ്കിൽ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങി പോകാൻ സൗകര്യമില്ല. നീ പോടാ. കഴിയട്ടെ, നിന്നെ ഞാൻ കണ്ടോളാം കേട്ടോ. ഇങ്ങനെ വന്നേ. വല്ല പ്രശ്നം വല്ല ഉണ്ടോ? ഒരു പ്രശ്നമില്ലെന്നേ. കാര്യങ്ങൾ കൊണ്ട് നടത്താം. അപ്പൊ ചെറുക്കന്റെ അച്ഛൻ എന്നാ ജോലി? ഫോറസ്റ്റിലാ. കാട്ടുമൂപ്പനായിരിക്കും. കാര്യം അടങ്ങിയിരിക്കണം കേട്ടോ. ഈ കാര്യങ്ങളെന്ന് പറയുമ്പോഴേ ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? നിങ്ങൾ പറ, നിങ്ങൾ എന്ത് കൊടുക്കും ചെറുക്കന്? ഇവന്റെ നിപ്പും പടുതി കെട്ടിട്ട് വേണ്ടി ചെറുക്കല്ല് തീർത്തോളം കൊടുക്കാൻ. അതെ, ഞാൻ ചെറുക്കനോട് സംസാരിക്കട്ടെ. എന്ത് കിട്ടും നോക്കട്ടെ. അല്ലെങ്കിൽ വന്നടാ. നിനക്ക് പ്രത്യേകിച്ച് വല്ല ഡിമാൻഡ് വല്ലതും ഉണ്ടോ? മൂന്നാനെ ഈ നിപ്പില് എനിക്ക് എന്നാ കിട്ടും? ഈ നിപ്പില് നിനക്ക് ഒരു 500 രൂപ കിട്ടും. എന്നാ വർത്താനം മൂന്നാനെ പറയണേ? ഞാൻ ഈ ടെക്കണ ഷർട്ടിനുണ്ടല്ലോ 500 രൂപ. കട്ടിലെ വില ഞാൻ പറഞ്ഞ, അല്ലാണ്ട് നിനക്ക് എന്ത് വീണാക്കിട്ടാണ്? പറഞ്ഞ് മേടിച്ചൊക്കെ. അതെ, ചെറുക്കൻ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നുമില്ല. ഞാൻ ഒരുപാട് കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു ചെറുക്കനെ വെച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു കണ്ണു അടച്ച് ഒരു 50 പവനും ഒരു ഓടിക്കാറും കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കണ്ണടച്ച് കൊടുക്കുമായിരിക്കും, പക്ഷെ കണ്ണ് തുറന്ന 10 പൈസ കിട്ടില്ലേ പട്ടിക്ക്. ഇറങ്ങി പോടാന്ന് വീട്ടിൽ. ആവശ്യമില്ലാതെ ഇവിടെ എന്നോട് പറയാവുന്നേ. നീ പോടാർക്ക. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. അതെ, നിങ്ങൾ തന്നെ പറ, ചെറുക്കന് നിങ്ങൾ എന്ത് കൊടുക്കും? അല്ല, നിങ്ങൾ എടാ പ്രാന്ത, ഒരു കാര്യം ഞാൻ പറയാം. നീ എന്റെ കൈ മേടിക്കും കേട്ടോ. എന്നാ വിലക്ക് കൊടുക്കും? എന്തുവാ നിന്റെ ഈ പേട്ട് കൈ. അല്ല, അപ്പുറത്തെ ഹൗസ് ഓണർ ചുമ്മാ കിടന്ന് ശല്യം ഉണ്ടാക്കുവാ. ശല്യമാ, കൾച്ചറില്ലാത്ത അന്തസ്സില്ലാത്ത ഫാമിലി. അന്തസ്സില്ലാത്ത ഫാമിലി ഇവന്റെ കൂട്ടല്ല. ഞാൻ നല്ല അന്തസ്സുള്ള ഫാമിലിയിലുള്ളവരാ. അതാ എന്നെ കണ്ടില്ലേ? എങ്ങനെ ഉണ്ട്? നല്ല കെട്ടപ്പാ. നല്ല എസ്ഐയുടെ ഒരു പവർ ഇല്ലയോ? പവറാ. എന്റെ പെണ്ണുമ്പിള്ളെ കണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ കഥ കഴിക്കും കേട്ടോ. പിന്നെ കഥ കഴിക്കുന്ന വെള്ളം പോകുമ്പോ എന്റെ കഥ അവിടെ പിടിപ്പിച്ചു വെച്ചിട്ട് പോകണം. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നമുക്ക് കാര്യങ്ങൾ പെണ്ണിനെ വിളിക്കാൻ പറ. പെണ്ണിനെ വിളിക്കാൻ പറ. മുട്ടിക്കാണല്ലേടാ. പെണ്ണിനെ വിളിക്കാൻ പറ. എന്താ? പെണ്ണിനെ വിളിക്കാനായിട്ടെ. പെണ്ണിനെ. ഓ, പെണ്ണിനെ. മോളെ വിളിക്കേ. മോളെ, ഡീസന്റായിട്ട് ഇരുന്നോളണം. ചായ എടുത്തേ കേട്ടോ. അടിപൊളി.
എന്തായി കാണിക്കുന്നത്? ചായ കുടിക്കാൻ ചായ കുടിക്കാൻ ആവേശത്തില് ആയിക്കോട്ടെ. മൂന്നാനെ ഏതായാലും സന്തോഷമായി കേട്ടോ. എത്ര കല്യാണാലോചനകൾ വന്നാന്നറിയാമോ? ആണല്ലേ? ഒന്നും നടന്നില്ല. എന്താ നടക്കാൻ ഞാൻ വരുന്നവരല്ലോ ഇങ്ങനെ ചായയും കുടിച്ച് എമ്പക്കം വിട്ടിട്ട് അങ്ങ് പോകുന്ന ഒരു ഉറപ്പുമില്ലാതെ. അയ്യോ മോനോടല്ല, മോൻ കഴിച്ചോ കേട്ടോ, മോൻ കുടിച്ചോ. മോനോടല്ല, കൊള്ളിച്ചു പറഞ്ഞ പോലെ തോന്നി അതുകൊണ്ട്. മോനോടല്ല. ഈ കൂടെ വരുന്ന പന്നപ്പട്ടികളുണ്ട്. ആ ഏലത്തിന് തിന്നിട്ട് എമ്പക്കം വിട്ടിട്ട് പിന്നെ ഈ വഴിക്ക് കയറത്തില്ല. ശരിയാ, കറക്റ്റ് അത്. അല്ല മൂന്നാനോടല്ല. മനസ്സിലായി. ആയിക്കോട്ടെ. മനസ്സിലായി. പിന്നെ നമ്മള് ഈ പെണ്ണും ചെറുക്കനും ഒക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം എന്ന് നടത്താവുന്നൊരു ഡേറ്റ് ഒന്ന് തീരുമാനിക്കണല്ലോ. നിങ്ങളെല്ലാം ഒന്ന് തീരുമാനിച്ചോ എന്താന്ന് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് നടത്താം. നമുക്കൊരു കാര്യം ചെയ്യാം. കല്യാണം മകരത്തിൽ നടത്തിയാലോ? പറ്റത്തില്ല. തിരക്കാ, ഭയങ്കര തിരക്കാ. എന്നാ പിന്നെ ചിങ്ങത്തിലാകാം. അയ്യോ, ചിക്കൻ പറ്റില്ല. തിരക്കൂട് തിരക്കാ. ചിങ്ങത്തിലും പറ്റത്തില്ല, തിരക്കാന്ന്. പിന്നുള്ളത് കന്നിമാസമാണ്. ആ, കന്നിമാസത്തിലാണ് എനിക്ക് ഒരു തിരക്കുമില്ല, കുഴപ്പമില്ല. കന്യമാസത്തിൽ എല്ലാ പട്ടിക്കും തിരക്കാം, ഈ പട്ടിക്ക് മാത്രം ഒരു തിരക്ക്. എന്നാ പറഞ്ഞേ? കന്യമാസം നടത്താന്നാ പറഞ്ഞേ. മിണ്ടണം. മുള്ളനെ പോയി മുള്ളിട്ട് മജല് അതല്ല, പെണ്ണിനോട് മിണ്ടണം. മിണ്ടണോന്നാണ്. അതെ, ഇവര് ന്യൂ ജനറേഷൻ പിള്ളേരാണല്ലോ. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് മിണ്ടിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് മാറി നിന്നാല്. അപ്പൊ ഞാനോ? ആ വാ. അതെ, പേരെന്നാ? മായ. ചേട്ടന്റെ പേരെന്താ? മഴക്കാറുണ്ടോ? കാലാവസ്ഥയുടെ ആയിരിക്കും അല്ലെ മഴ ചാറിയത്? അതല്ല, എന്റെ പേര് പറയുമ്പോ അങ്ങനെയാ. കാലാവസ്ഥയുടെ അല്ല, കാലാവസ്ഥയുടെ അല്ല, എന്റെ പേരിന്റെയാ. എന്താ പേരെന്താ? പ്രകാശ്. ഓ ശരിയാ, പേരിന്റെയാ. എല്ലാരും പറയും. അതെ, ഞാൻ പിന്നെ എനിക്ക് എന്നാ പറയണ്ടെന്ന് അറിയാൻ പാടില്ല. എന്താ ചേട്ടാ നിലത്തെന്തി വരച്ചു കൂട്ടുന്നേ? കുളം വരച്ചതാ. സാധാരണ എല്ലാരും കളവല്ലേ വരക്കുന്നത്, ചേട്ടൻ എന്താ കുളം വരക്കുന്നേ? കള ഉദ്ദേശിച്ച, പക്ഷെ വരച്ചു വന്നപ്പോ കുളമായി പോയി. അതെ, പെണ്ണിന് എന്നെ ഇഷ്ടായോ? ഒരു കാര്യം പറയാം, ദൈവത്തോട് ഊതിരേക്കരുത് പ്ലീസ്. എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. നീ ഒന്ന് പോടാ തേങ്ങ പോറാ. ഞാൻ എന്റെ വീട്ടിൽ പല പാട്ട് വിടും, ഇറങ്ങി പോടാ. ശല്യക്കാരനല്ലേ? അല്ല, അയൽവക്കക്കാരനാ. അതെ, പിന്നെ ഞാൻ എന്തായാലും പെണ്ണിനെ കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. ചേട്ടന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാ, സ്നേഹമുള്ളവരാണോ? അണ്ണാ, നിർത്ത്. ഒരു കാര്യം ഞാൻ പറയാം, 21ാമത്തെ വയസ്സിൽ തുടങ്ങിയ പെണ്ണുകാരില്ല, നല്ല പ്രായമായിട്ട് മൊത്തം ഡൈ അറിയാവോ? ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. എങ്ങനെയും കെട്ടിക്കൊണ്ട് കൊണ്ടുവരണം പ്ലീസ്, കേട്ടോ? ഊതിരിക്കരുത്, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഹണിമൂണിന് നമുക്ക് എവിടെ പോകാൻ ആഗ്രഹം? ഊട്ടിക്ക് പോയാലോ? അയ്യോ, ഊട്ടി വേണ്ട ചേട്ടാ. ആ, ഊട്ടിക്ക് നേരത്തെ ഹണിമൂണിന് പോയിട്ട്. അയ്യോ ഇല്ല. അല്ല, എന്നാ ഗോവയ്ക്ക് ആയാലോ? ഗോവ വേണ്ട, ഗോവ വേണ്ട. ഈ പെണ്ണൊരത്തിലും അടുക്കണില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, പെണ്ണ് തന്നെ പറ, എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് ചിറാപ്പുഞ്ചിയിൽ പോയാലോ? എവിടെ? ചിറാപ്പുഞ്ചി. കുടുംബജീവിതം അങ്ങനെ ആവായിരുന്ന മതിയായിരുന്നു. സാരമില്ല, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നീയാണപ്പം ഇവിടെ വാടക കൊടുക്കാതെ താമസിക്കുന്നല്ല. അയ്യോ, ഞാൻ പെണ്ണ് കാണാൻ വന്ന ആളാ, പെണ്ണ് കാണാൻ വന്ന ആളാ. ഇല്ല, മൂന്നാനാ ഓടിക്കോ, അടി വന്നുണ്ട്, ഓടിക്കോ. ആടാ നീ, ആടാ നീ? മൂന്നാൻ ഒന്നാമൻ, മൂന്നാമൻ, രണ്ടാമൻ പറ. സാറല്ലേ രണ്ടാമൻ? ശരിയല്ലേ? സാറേ, നീ ആടാ? ഞാൻ മറ്റേ നെൽസണ്ണം പറഞ്ഞിട്ട് വന്ന ആളാ. മറ്റേ നിന്റെയാണോ പ്രശ്നം? എന്റെ സാറേ. ഇവിടെ ആളോടെ 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 സുധാകരൻ, ഇതാണ് സാറേ. അവരെ ഇറക്കിക്കോളൂ സാറേ. മിന്നൽ ചന്ദ്രൻ 10 മിനിറ്റ് സമയം തരും. കൂടും കൊടുക്കുക എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങാൻ ഇവിടുന്ന്. അല്ല, ഞങ്ങൾ 2 വർഷത്തേക്ക് കാര്യം എനിക്ക് അതെ, ഞങ്ങള് അയ്യോ സാറേ, ഞങ്ങളുടെ മകളുടെ കല്യാണം കണ്ടവന്റെ വീട്ടിൽ വെച്ചാൽ കല്യാണം എന്തൊക്കെ നടത്താൻ. എന്റെ കയ്യിൽ നിന്ന് തൊഴിമാനിക്കാതെ ഇറങ്ങി 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 ഇപ്പൊ ഇറങ്ങിക്കൊണ്ടാണ്. പിന്നെ ഇറങ്ങാൻ പുള്ളിക്കാണെന്നുണ്ട്. ഞാൻ വാ, സാധനമൊക്കെ പിന്നെടുക്കാൻ. സാറേ, ആ, സാറിപ്പോ വന്ന് ഭയങ്കര സന്തോഷമായി കേട്ടോ. പറഞ്ഞായിരുന്നു സാറേ, ഒരു വർഷങ്ങളായിട്ട് ഒരു വാടക തരാതെ ഇവിടെ കിടക്കും. സാറൊന്ന് പറഞ്ഞു, ഇത് കണ്ണും പൂട്ടിപ്പോയ ഒരു 10,000 രൂപ വാടക കിട്ടത്തില്ലേ? അതൊന്നല്ലോ. പക്ഷേ അതെ, ഞാനിപ്പോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നേ ഉള്ളൂ. പറഞ്ഞു. കോട്ടേഴ്സും കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോ അങ്ങനെയാണെങ്കിലേ ഞാൻ ഇവിടെ താമസിക്കുന്നില്ല, എന്താണ് അഭിപ്രായം? എന്ന് എനിക്ക് എന്റെ അഭിപ്രായ ഗുണം അറിയാലോ. ഇങ്ങോട്ട് വരുമ്പോ പിന്നെ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നാളെ വൈകുന്നേരം ഞാനും എന്റെ ഫാമിലി ആയിട്ട് എത്തും. സാർ ധൈര്യമായിട്ട് പോരെ. അപ്പൊ ബാക്കിയെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നാളെ വൈകുന്നേരം. ഓക്കെ, സന്തോഷം സന്തോഷം. ഓ, സമാധാനമായി കാലം വരെ. എൽസടാ, സന്തോഷമായി കേട്ടോ. സാറിനെ വിളിച്ച് പറഞ്ഞല്ലോ, സന്തോഷമായി. ഇനി അനുഭവിച്ചോളൂ. നീ എന്തിനു മണ്ടത്തിലൂടെ കാണിച്ചത്? അതിനാ ചേട്ടാ,
നീ എന്തിനാണ് അദ്ദേഹത്തിന് വാടക കൊടുത്തത്? അല്ല പോലീസുകാരൻ ഒരാൾ ഇവിടെ താമസിക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കും വേണ്ട, വാടക കൃത്യമായിട്ട് കിട്ടും. അവന്റെ സ്വഭാവം നിനക്കറിയാവോ? എന്തില്ല 5 പൈസ വാടക എന്ന് പറയുന്നത് അവന് ദേഷ്യമാണ്. മാത്രമല്ല 5 പൈസ ഒരു മനുഷ്യന് കൊടുക്കാത്തവനാണ്. അത് മാത്രമല്ല 5 പൈസ വാടകയും കൊടുത്തില്ല. ഇനി ഒരു 10 വർഷത്തേക്ക് അവൻ ഇവിടുന്ന് സ്ഥലമാറ്റവും ഇല്ല. 10 വർഷം കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്തിന് ആന മണ്ടത്തിലൂടെ നീ കാണിച്ചത്? അപ്പൊ എന്റെ കാര്യം ആ ഗോപി പോലീസുകാർക്കും വക്കീലുമാർക്കും ഒന്നും വീട് വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന കാലാകാലങ്ങളായിട്ടുള്ള ഒരു രഹസ്യ സംസാരത്തെ നിങ്ങൾ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസുകാർ കേൾക്കണ്ട എന്തായാലും. കേട്ടോ സാർ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അത് മായ്ച്ചു കളഞ്ഞേരെ. അത് പണ്ടത്തെ പോലീസുകാരാ, ഇപ്പോഴത്തെ പോലീസുകാരല്ല. അപ്പൊ സ്കിറ്റ് അടിപൊളിയായിരുന്നു. അപ്പൊ അതോട് കൈയ്യോടി. എന്ത് പറയുന്നു ഉല്ലാസം? നല്ല സ്കിറ്റായിരുന്നു. പിന്നെ അശ്വതി പറഞ്ഞ പോലീസുകാർക്കും വക്കീലന്മാർക്കും വക്കീലല്ലോ അല്ലേ? അല്ല, ഞാൻ വക്കീലല്ല, ആകണമെന്ന് ആഗ്രഹിച്ചാണ്, നടന്നില്ല. ഒരുപാട് പേരുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് വിട്ടേക്കാം. വക്കീലന്മാർക്കും പോലീസുകാർക്കും പിന്നെ കലാകാരന്മാർക്കും ഒരു സാധനം കിട്ടില്ല. എന്താ? അങ്ങനെയാണ് ഞാൻ ആദ്യം സമീപിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്. എന്താ? വാഹന ലോണ് തരത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? കിട്ടത്തില്ല, പക്ഷേ നമ്മൾ സംഘടിപ്പിച്ചെടുക്കും. അതിലാണ് നമ്മുടെ മിടുക്ക്. നല്ല സ്കിറ്റായിരുന്നു. പിന്നെ വിനോദ് കുറിയന്നൂരിൻ്റെ ഒരു നല്ല പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. ക്ലൈമാക്സിൽ കുറച്ച് ഒരു പ്രശ്നം പറ്റിയോന്നൊരു പഞ്ച് ഇച്ചിരൂടെ ഇങ്ങനെ വന്നത് ഇച്ചിരി ഒന്ന് താന്നു പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ബാക്കി അടിപൊളിയായിരുന്നു, സൂപ്പർ. വിനോദ് എല്ലാ പ്രാവശ്യവും കലക്കുന്ന പോലെ തന്നെ പ്രാവശ്യവും കലക്കി, അടിപൊളിയായിരുന്നു. പിന്നെ ഷിഹാബ് തകർത്തു. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഈ സ്കിറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൂയിസിൻ്റെ പ്രകടനം. വളരെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. സൂപ്പർ സ്കിറ്റായിരുന്നു, മാന്യമായൊരു സ്കിറ്റായിരുന്നു, സൂപ്പർ. ഓഡിയൻസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ? ഈ സ്കിറ്റ് ഇഷ്ടമായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് നമുക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 സ്റ്റാർസ് ആണ്. അപ്പൊ ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് ഓഡിയൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉല്ലാസേട്ടനെയും നൽസേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോമഡി മസാലയുടെ വേദിയിൽ ഇനി ഒരു 1 man ഷോ ആണ്. വേദിയിലേക്ക് എത്തുന്നു ബിനു മണിയാർ. ബിനു നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഭാവാവിനെയും സിനിമാ താരങ്ങളുടെ ശബ്ദവും ഇന്ന് ഈ വേദിയിൽ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല വില്ലൻ എം.എൻ. നമ്പ്യാരാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജഡ്ജായ നമ്മുടെ ഉല്ലാസ് പന്തളത്തെയാണ് അദ്ദേഹം നോട്ടമിട്ടിരിക്കുന്നത്. അപ്പോൾ ആ അദ്ദേഹം ഉല്ലാസ് പന്തളത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നോട്ട് വിടുന്നത് എന്തിനാന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഓക്കെ. അപ്പം എം.എൻ. നമ്പ്യാർ. രാഘവൻ ഭാഗ്യവാൻ. രാഘവൻ്റെ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഉല്ലാസിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ജനക്കാറുണ്ട്. ഉല്ലാസേ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അതും ഒരു പട്ടിയുടെ മുമ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ അതുപോലൊരു വില്ലനായ ബാബു ആന്റണി. പണം അതിനു വേണ്ടി നാം ഒരു കുതിരയെ പോലെ പായണം, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ. സോ യു ക്യാൻ ഗോ. അപ്പം അതിനുശേഷം മലയാള സിനിമയിലെ പഴയകാല ഒരു ഒട്ടുമിക്ക നായികമാരെയും മലയാള സിനിമകൾക്ക് സമ്മാനിച്ച നമ്മളുടെ എല്ലാമായ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ വോയിസാണ്. അമ്മേ, ജോമോൻ കള്ളം പറയത്തില്ല അമ്മേ, സത്യം. അമ്മ, എനിക്ക് തൃപ്തിയായി വിട്ടാം. എന്നെ മനസ്സിലാക്കാനും എൻ്റെ മനസ്സിൻ്റെ ഇങ്ങനെ മനസ്സിലാക്കാനും അമ്മ ഈ വീട്ടിൽ ഇന്ന് വരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ല.
അമ്മ ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ വില മീറ്ററിന് 40 രൂപയാണ്. ഇതൊക്കെ ആർക്ക് വേണ്ടി? അച്ഛൻ ഈ കുടുംബത്തിന് വേണ്ടി. എടാ അച്ഛൻ ഇറങ്ങിപ്പോൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തി പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെയാണ്. അടിപൊളി. അപ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമയിലെ പഴയ കാല താരം മധു സാറിൻ്റെ മണിമംഗലത്ത് മാധുമേനോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ അറിയും. പഴയ ബ്രിട്ടീഷ് സമര സേനാനിയായിരുന്നടാ എൻ്റെ അച്ഛൻ. ബ്രിട്ടീഷുകാർ തോക്കും പിടിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അലറിക്കരയാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. അതിനുമാനി ഇതാണടാ എൻ്റെ വഴി. അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഒരു താരമാണ് TS രാജു. അപ്പോൾ അദ്ദേഹം ഈ കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ ഇവിടെ ഇരിക്കുന്ന വനിതാ രത്നങ്ങൾക്കൊക്കെ അറിയാം, ഒരു കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിൽ മറിയാമേ, നമ്മുടെ മോളുണ്ടല്ലോ, നമ്മുടെ മോളെ ശാലു, അവൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് പ്രൊഫസർ വിളിച്ചോണ്ട് പോയി. എന്തിനാ 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 കെട്ടിണിയെടുത്ത് വെക്കാൻ. പ്രൊഫസറെ എന്നോട് കളിക്കരുത് കേട്ടോ, കളി ഞാൻ പഠിപ്പിക്കും. മർക്കോസ പറയുന്നത്, മർക്കോസ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പഴയകാല വില്ലൻ ജോസ് പ്രകാശ്. ബോയ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ബന്ധപ്പെട്ടുള്ളവരാരും തന്നെ എന്നെ വില്ലൻ്റെ കുറുന്ന് തികച്ചു വിളിച്ചിട്ടില്ല. എന്നെ വില്ലൻ്റെ കുറുന്ന് വിളിച്ചിട്ടില്ല. ഒരു തന്നെ ഇവിടുന്ന് ജീവനോടെ പോയിട്ടുമില്ല. അങ്ങനെയുള്ള അച്ഛനെ എന്നോട് കളിച്ചാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പം വെരി ഗുഡ് പെർഫോമൻസ്. പ്രത്യേകിച്ച് ഈ ബാലചന്ദ്ര മേനോൻ ഒക്കെ ചെയ്തത് ഭയങ്കര ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ TS രാജു എല്ലാം. നമുക്ക് കുറച്ചുകൂടെ വിദഗ്ധ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, ബാലചന്ദ്ര മേനോൻ സാർ പറയാതിരിക്കാൻ സൂപ്പർ ആയിരുന്നു. അതുപോലെ തന്നെ മധു സാറിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് എടുത്ത് ബിനു ചെയ്തത്. സൂപ്പറായിരുന്നു. വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാറുകളൊക്കെ അവതരിപ്പിച്ചത്. ഗംഭീരമായിരുന്നു. സൂപ്പർ, അടിപൊളി. ബിനു അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ, എല്ലാ സ്റ്റാറും. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെയും മധു സാറിൻ്റെയൊക്കെ എന്തായാലും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ ബിനു, സീ യു അഗൈൻ. ഞാൻ പളനി കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നു. ട്രോളിംഗ് ഉള്ള സമയത്ത് സിനിമാറ്റിക് ഡാൻസിന് പോകും. അതാ ചേട്ടാ, ചേട്ടനെ കണ്ട ഏതോ ഒരു തമിഴ് നടന്റെ ഒരു ലുക്കുണ്ട്. നീ ഒന്നും മിണ്ടായിരിക്കണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഏതോ പാണ്ടിക്ക് ഉണ്ടായതാന്ന് പറഞ്ഞ് അച്ഛൻ അമ്മച്ചീനെ എടുത്തിട്ട് എന്ന് ഇടിയാ. അങ്ങനെയുള്ള സമയത്ത് നീ സൈസ് വർത്താനം കിട്ടാൻ അച്ഛനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇടി കൂടൂലേ? അപ്പൊ അച്ഛന് കടലിൽ പോക്കാണോ? ഇല്ല, അച്ഛൻ കടലിൽ പോകില്ല. അച്ഛൻ തൊറയിലാശാനല്ലേ, തൊറയിലാശന്മാര് കടലിൽ പോകില്ല. കടലിൽ ചാകര വരുമ്പോ ചാകര വന്നേന്ന് അനൗൺസ് ചെയ്യണ്ടേ? അപ്പൊ അച്ഛൻ പോയി കഴിഞ്ഞാൽ ഇവിടെ അനൗൺസ് ചെയ്യണ ആരാ? അനൗൺസിങ് മുടങ്ങി പോകില്ലേ? അവിടെ തൊറയിലാശാനുണ്ട്, അച്ഛൻ പോകില്ലേ കടപ്പുറത്ത്. ചേട്ടനെ ഈ മീൻ പിടുത്തത്തിലേക്ക് ഈ വ്യവസായത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞത്? എങ്ങനെയാണ് തിരിഞ്ഞതോ? വേറെ സംഭവം ഉണ്ടോ? ഞാൻ ഈ കൊച്ചിനെ പോലെ മോള് നന്നായിട്ട് പഠിക്കൂലേ? എത്രല്ല പഠിക്കണേ? 8ല്. ഞാൻ ഈ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ തുറയിലെ ഏറ്റവും വലിയ പഠിപ്പിച്ചായിരുന്നു ഞാൻ. അതെ, ശരി. ഏറ്റവും നന്നായിട്ട് പഠിക്കും. എന്നിട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പോണ സമയത്ത്, റൂളിയൊക്കെ കുറിച്ച് പോണ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നീ 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സൈക്കിൾ മേടിച്ചു തരാന്ന്. അത് ശരി. എന്നിട്ട് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ ജയിച്ചല്ലേ? ഇല്ല, തോറ്റുപോയി. നോക്കാൻ കാരണമുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ സൈക്കിൾ മേടിച്ചാനുള്ള കാശില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് തോറ്റു കൊടുക്കുമായിരുന്നു. അങ്ങനെ. പക്ഷെ അച്ഛൻ വാക്ക് വലിച്ചു. അച്ഛൻ വൈകുന്നേരം ആയപ്പോഴത്തെ സൈക്കിളും കൊണ്ട് പുതിയ സൈക്കിൾ മേടിച്ചു കൊണ്ടെന്ന് എന്നിട്ട് അതിന്റെ പുറകെ ഒരു കൊട്ടയും വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു, നീ ഇനി പാച്ചണ്ട, മീൻ വിറ്റാ മതി. അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് തിരികെയായിരുന്നു. ശരി. അപ്പൊ ഈ മീനുകളിൽ ഏറ്റവും നല്ല മീൻ ഏതാണ്? ഏറ്റവും നല്ല മീൻ, കടലിലെ മീനിൽ ഏറ്റവും നല്ല മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെമ്മീനാണ്. ചേട്ടാ, എന്തോരം വേറെ വലിയ മീനുകളുണ്ട്, ചെമ്മീനാണോ നല്ലത്? പിന്നല്ലേ. എന്താ കാരണം പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയത് ഏത് മീനാ? ചെമ്മീനല്ലേ. അപ്പൊ അതുകൊണ്ട് കടലിലെ ഏറ്റവും നല്ല മീൻ എന്ന് പറയുന്നത് ചെമ്മീനാണ്. ചേട്ടാ,
ഈ മിച്ചം വരുന്ന മീനുകളൊക്കെ കാണുമല്ലോ, ആ മിച്ചം മീൻ വരും. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകും? ഇല്ല, മിച്ചം വരുന്ന മീൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഞാൻ ഇങ്ങനെ ടൗണിൽ ഒരു ചെറിയ റൂം എടുത്തിട്ട് അവിടെ വെക്കും. എന്റെ പൊന്നു ചങ്ങാതി, വീട്ടിലൊരു പിഴച്ച പൂച്ചയുണ്ട്. എന്ത് സാധനം കൊണ്ടു വെച്ചാൽ അപ്പൊ തന്നെ മോഷ്ടിച്ച് തിന്നുന്നേ. ഇതിനെ നമുക്ക് തല്ലാനോ കൊല്ലാനോ പറ്റില്ല, ഓടി രക്ഷപ്പെടും. ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്. എന്റെ ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഈ പാചകക്കുറിപ്പൊക്കെ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട്. ഇവളൊരു സ്ഥലം കിടുക്കൻ ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ ഈ പൂച്ചക്ക് ചിക്കൻ കറിയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തു. ഈ പൂച്ച ഞാൻ നോക്കുമ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ടട്ടെ, നാക്ക് ഊരി എറാത്ത് വെച്ചിട്ട് ഈ മൂന്നാം പക്കത്തിൽ തിലകം കടലിലേക്ക് ഇറങ്ങി പോകില്ലേ, ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് നടുക്കടലിൽ ചെന്നേച്ച് എന്റെ കൈ വെക്കി കാണിച്ചിട്ട് കൃഷ്ണമണിയോടെ അത്രയ്ക്ക് കൈപ്പുണ്യം അല്ലേ? അത്രയ്ക്ക് കൈപ്പുണ്യം. ഇവക്കടെ ഈ കൈപ്പുണ്യം കാരണം ഞാനും അവളും തമ്മിൽ എന്നും അടിയാന്നേ. ലാസ്റ്റ് ഞാൻ അവള് പറഞ്ഞു, നീ ഈ സൈസ് കൈപ്പുണ്യം എനിക്കിട്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ല കടപ്പുറത്ത് പോയി പാടി തല തല്ലി ചാവൂന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്ത് പറഞ്ഞു? അപ്പൊ ചേച്ചി എന്നോട് പറയാണ്, ചേട്ടൻ തല തല്ലിച്ചാവല്ലേ, തല തല്ലിച്ചാവല്ലേ. അപ്പൊ അവർക്ക് സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടായിട്ടില്ല, പാട്ട് കേട്ട് ചേട്ടനാരെങ്കിലും തല്ലിക്കൊന്നുള്ളൂ. മീൻ എങ്ങനെ കൊടുക്കുന്നോ? ആ, മീൻ കൊടുക്കണ്ട്. എന്നാ ഒരു വില പറയും, ഈ കൊട്ടയ്ക്ക് എന്ത് വിലയാവും ഈ ഒരു കൊട്ട മീൻ? അതെ, ഞാൻ മറ്റേ എനിക്ക് നഷ്ടമാണ്, എങ്കിലും നിങ്ങൾക്ക് ഞാനൊരു 250 രൂപയ്ക്ക് തരാം. ഈ കാണാൻ കൊള്ളാത്ത കുറെ മീൻ 250 രൂപയ്ക്ക് എനിക്കും വേണ്ട. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. കാണാൻ കൊള്ളാത്ത സാധനത്തിന് എടുക്കില്ല എന്ന് നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭർത്താവ് ഉണ്ടാവില്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. എന്നെ പറഞ്ഞാൽ ഈ മീൻ ഇപ്പൊ 250 രൂപയ്ക്കൊന്നും ഇല്ല. ഇതാ പാളയം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 200 രൂപയ്ക്കുള്ളത്. 200 രൂപയ്ക്കോ ഈ മീനോ? പാളയം മാർക്കറ്റില് ഒരു കാര്യം ചെയ്യ്, 200 രൂപയ്ക്ക്. അശ്വതിക്ക് എന്താണ്? പാളയം മാർക്കറ്റിൽ ഇതിന് 100 രൂപയേ ഉള്ളൂ. ഇതിന് ഈ മീൻ പാളയം മാർക്കറ്റിൽ 100 രൂപ? 100 രൂപയേ ഉള്ളൂ. നേരെ 100 രൂപയോ? എനിക്കറിയാവുന്ന 100 രൂപയേ ഉള്ളൂ. അതോ ഒരു കാര്യം ചെയ്യ്, ഇത് എടുത്തിട്ട് 100 രൂപ. നിനക്ക് ഭ്രാന്താണല്ലോ. പാളയം മാർക്കറ്റിൽ ഇതിന് 50 രൂപയേ ഉള്ളൂ. 50 രൂപ കൊടുത്താൽ മതി. 50 രൂപയേ ഉള്ളൂ. 50 രൂപ. എനിക്കറിയാൻ പാടാത്തത് നിങ്ങൾ ഈ ഗ്യാപ്പിൽ പാളയം മാർക്കറ്റിൽ മീൻ വിൽക്കണ പരിപാടിയാണോ നിങ്ങൾക്ക്? പാളയം മാർക്കറ്റിൽ കുറെ നേരമായിട്ട് പറയണം 50 രൂപ, 200 രൂപ, 250 രൂപന്ന്. ഞാൻ വില പേശണല്ല. ടിവിയിലൊക്കെ നിങ്ങൾ കണ്ട ആളുകളാ. എത്ര രൂപയ്ക്ക് കൊടുക്കും? ഈ എത്ര രൂപയ്ക്കും കൊടുക്കണല്ല. അതെ, അശ്വതിക്ക് ഫ്രീ ആയിട്ട് തന്നെ. ഇത് മൊത്തം ഫ്രീ ആയിട്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മീനൊന്നും വേണ്ട കറി വെക്കാൻ? നിങ്ങൾക്ക് മീനൊന്നും വേണ്ടേ കറി വെക്കാൻ? അയ്യേ, ഞങ്ങളുടെ വീട്ടിലേക്ക് ഈ അമോണിയുള്ള മീൻ കൂടിയിട്ട് എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയണോ? ഞാൻ കണ്ടത്തിന്ന് മീൻ മേടിച്ചുണ്ടാക്കി തിന്നോളാം. പിന്നെ ഈ അമോണിയ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് പോണേ. എന്തൊരു മനുഷ്യനായത്. അയ്യോ, നിക്ക് ഫിഗർ പിടിച്ചില്ല. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.